വാർത്ത ഞാൻ ചൊല്ലിയിടത്തെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ പാർത്ഥനെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കൊടുക്കണോ അങ്ങോട്ട് കൊടുക്കണം ഇന്ന് യേശു ശിഷ്യയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉമ്മാമയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവെ ദൈവനാമ മഹത്വത്തിനും കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കൊന്നുകൂടി കർത്താവിലേക്ക് അടുക്കുവാനും കാരണമാക്കി തീർക്കണം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണം. ഭവനത്തിനുള്ളിലും പുറത്തുവെച്ചും സെമിത്തേരിയിലുള്ളതായ ശുശ്രൂഷ വളരെ അനുഗ്രഹമാക്കി തീർക്കണം. യാത്രയിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടാകണം. ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഓട്ടം തികച്ചു സ്വർഗ്ഗേ വീരുവിനായി ലോകജ്ഞാനൻ ഓട്ടം തികച്ചു സ്വർഗ്ഗേ വീരുവിനായി
വന്നിടും ഞാൻ മാറുരൂപം സന്നിധോ പരന്നീടും ഞാൻ മാറുരൂപം ഒരു ബുക്ക് സന്നിധോ ദൂരസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീടുന്നേ ശുദ്ധവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുദ്ധവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും സംസാരിക്കരുത്. ായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. താൻ ഇവിടം വിട്ട് ഇമ്പങ്ങളുടെ പരദീസയിൽ വിശ്രമിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് കുടുംബപരമായി ഒരുപാട് വേദനയുണ്ട്. രായ്ച്ചാനോട് ഞങ്ങൾക്ക് പ്രത്യേക ഒരു അടുപ്പമായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ഭക്തനായ, വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഞങ്ങളെ അനുവദിക്കാത്ത രായ്ച്ചാനെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പെട്ടെന്ന് ഞങ്ങളെ മോനെ അത് ചെയ്യരുത്, വചനം ഇത് പറയുന്നു, വചനം അത് പറയുന്നു. വചനത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രിയ പിതാവിനെ നഷ്ടമായത് ഞങ്ങളുടെ കുടുംബത്തിന് തീർക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തു വന്നാലും നാം എല്ലാം പ്രത്യാശിക്കുന്ന, നാം എല്ലാവരും ഒരിക്കൽ എത്തിച്ചേരുന്ന നമ്മുടെ കർത്താവിന്റെ അരികിലാണല്ലോ പ്രിയ പിതാവ് പോയെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പ്രിയ മോളിയാന്റിയെ, പിങ്കിയെ, ചേച്ചിയെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ പ്രത്യാശ അതാണല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ ഉയർക്കുമ്പോൾ നമ്മുടെ പ്രിയ പിതാവിനെയും നമുക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ട പിതാവ് താൻ നിദ്രയാണ്, ഉറങ്ങുകയാണല്ലോ. തന്റെ ആ ശരീരമാകുന്ന ആ ഉടുപ്പ് ഈ ഭൂമിയിൽ ഊരിയിട്ടിട്ട് താൻ വന്ന സ്ഥലത്തേക്ക്, തന്റെ നിത്യമായ ഭവനത്തിലേക്ക്, താൻ വിശ്രമത്തിനായി കടന്നു ചെല്ലുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുടുംബത്തെ ദൈവം ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. പൂവക്കാല കുടുംബത്തിന്റെ എല്ലാവിധ അനുശോചനങ്ങളും ഞങ്ങൾ ഈ തരണം രേഖപ്പെടുത്തുന്നു. അതോടെ ഞാൻ നയിക്കുന്ന ജീസസ് ടൂൾ എന്ന പ്രസ്ഥാനത്തിന്റെ സ്റ്റാഫുകളൊക്കെ ഇന്ന് എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ജീസസ് ടൂൾ എന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ദുഃഖങ്ങളും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ജെറി പൂക്കാലയുടെ പിതാവ് റോയ് പൂക്കാലയും മാതാവും രാവിലെ തന്നെ മോർച്ചറിയിൽ കടന്നു വന്ന് അവരുടെ സഹകരണം കാണിച്ചിരുന്നു. കർത്താവ് ഒരു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ നാം കാണുന്ന നേരം നീടുമേ തേജസ്സോടെ നാം കാണുന്ന നേരം ഉടൻ നീടുമേ
സങ്കമാകവേ എന്നെ ഏൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്ര എന്റെ പ്രിയ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്ര എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. തീർക്കപ്പെടാത്തതാം പുതുശാലിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലിൽ ശതകാലം മണവാട്ടിയായി മരുന്നോടുകൂൾ വാഴുമേ. സതകാലം നാം മണവാട്ടിയായി പരന്നോടുകൂൾ വാഴുമേ. ദൂതസംഗമാകവേ എന്നെ ഏൽക്കുവാൻ സദാ സന്നദ്ധര നിന്നിടുന്നേ. ശുഭ്രവസ്ത്രത എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും. ശുഭ്രവസ്ത്രത എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രിയ മോനിച്ചാൻ ചില വാക്കുകൾ പറഞ്ഞ ശേഷമായി പ്രിയച്ചമച്ചാൻ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ശരീരം നമ്മുടെ മെയിൻ പന്തലിലോട്ട് മാറ്റാനുള്ള ആഗ്രഹമാണ്. ധാരാളം ആളുകൾ കാണാനായിട്ട് പുറത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ശരീരം മാറ്റേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ ചില വാക്കുകൾ പ്രിയ മോനിച്ചാൻ പറഞ്ഞ ശേഷം പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും കുടുംബാംഗങ്ങൾക്കും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രാജാനെക്കുറിച്ച് ചില വാക്കുകൾ മുഖവരയായി പറയുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജാൻ എന്റെ ജ്യേഷ്ഠന്മാരിൽ മൂത്തവരിൽ രണ്ടാമത്തെ ആളാണ്. ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസങ്ങളുണ്ട്. രാജാനും എനിക്കുമിടയിൽ 2 സഹോദരങ്ങളുണ്ട്. എന്റെ തൊട്ടുമുകളിൽ എന്റെ സഹോദരി മോളി, അതിന് മുകളിൽ അച്ചമുച്ചായൻ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ അനുസരിച്ചുള്ളതായ ശിക്ഷണമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിപ്പാൻ തക്കണം കഴിഞ്ഞിട്ടുണ്ട്. ജോലി സംബന്ധമായി 18 വയസ്സിൽ അദ്ദേഹം ഇവിടുന്ന് ആസാമിലേക്ക് കടന്നുപോയി. ജോലി ലഭിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തന്റെ വിദ്യാഭ്യാസം പഠനം ആരംഭിച്ചു. അവിടെ നിന്നും നല്ല വിദ്യാഭ്യാസം നേടുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. അവിടെ ചെന്ന് താമസിയാതെ അദ്ദേഹം കർത്താവിനെ സ്വന്തം രക്ഷിതാവാകും കർത്താവുമായിട്ട് സ്വീകരിപ്പാനും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തും ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായും ദൈവദാസന്മാർക്ക് കൈത്താങ്ങൽ കൊടുത്തും ആസാമിന്റെ പ്രദേശത്ത് ഏതാണ്ട് 14 വർഷങ്ങളായിരുന്നപ്പോൾ എല്ലാ നിലയിലും കർത്താവിന് വേണ്ടി താൻ പ്രയോജനപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ നിന്നും 1979 ഗൾഫിലേക്ക് പോകുവാൻ തക്കവണ്ണം കർത്താവ് വഴികൾ ഒരുക്കി. അവിടെയായിരുന്നപ്പോൾ കർത്താവിന്റെ നാമത്തിലുള്ളതായ ശുശ്രൂഷകളിൽ താൻ പങ്കാളിയായി അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് തനിക്ക് ഇടയാക്കിയിരുന്നു. അവിടെയായിരുന്ന ആ സമയങ്ങളിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും മുൻപേ ഇവിടെ നമ്മൾ കേട്ടതുപോലെ പഥ്യോപദേശത്തിനു വേണ്ടി നിലകൊള്ളുവാനും കർത്താവ് തന്നെ സഹായിച്ചു. അനേക
അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് തനിക്ക് അവിടെ ഇടയാക്കി തീർത്തു. താൻ 2009 കേരളത്തിലേക്ക് മടങ്ങി ഇവിടെ സെറ്റിലാകുന്നതിന് മുൻപുള്ളതായ 30 വർഷങ്ങൾ എല്ലാ നിലയിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ഒരു നല്ല ദാസൻ എന്നുള്ള പേര് ദൈവ മക്കളുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലും പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ജോലി സ്ഥലങ്ങളിൽ ഒരു വിശ്വസ്തനായ പ്രവർത്തനം എന്നുള്ള നിലയിൽ ആ കമ്പനിയുടെ ഉടമസ്ഥരും സഹപ്രവർത്തകരൊക്കെയും തന്നെ അംഗീകരിച്ചു. ദുബൈയിലായിരുന്ന സമയങ്ങൾ നീണ്ട 30 വർഷങ്ങളോളം ഞങ്ങൾക്ക് ഒന്നിച്ച് സഹകരിപ്പാനും ചില സമയങ്ങളിൽ ഒന്നിച്ച് താമസിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർന്നിട്ടുണ്ട്. താൻ രോഗിയായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെ പ്രയാസത്തോടുകൂടെ തന്റെ ആയുസ്സ് കർത്താവ് നീട്ടിക്കൊടുക്കുവാൻ ആഗ്രഹിച്ച് പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചെന്നാൽ ഈ കഴിഞ്ഞ 13-ാം തീയതി പരിമല ഹോസ്പിറ്റലിന്റെ പാലിയേറ്റീവ് കെയറിലായിരിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനാമധ്യേ അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക് ചേർത്തു. എല്ലാവരും പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. അങ്ങനെ ദൈവഹിതപ്രകാരം കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ ചേർത്ത് താൻ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ തന്റെ ഭൗതിക ശരീരം മാന്യമായ നിലയിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്നതായ ആ മാതൃക അനുസരിച്ച് അത് സംസ്കരിക്കേണ്ടതായ ചുമതല നമുക്കുണ്ട്. ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്ത് ദൈവദാസന്മാരും ദൈവജനവും വേണ്ടപ്പെട്ടവരൊക്കെയും ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. മോർച്ചറിയിൽ ഞങ്ങൾ പോയി ആ ശരീരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അതേ വിഷമതൊന്നും കൂടാതെ ഇവിടെ വരുവാനും ഇവിടെ ഈ ശുശ്രൂഷ നടക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കി തീർത്തു. തുടർന്ന് അനേക മണിക്കൂറുകളിലെ ശുശ്രൂഷയും യാത്രയും ഒക്കെയുണ്ട്. കാലാവസ്ഥ നമുക്ക് കർത്താവ് അനുകൂലമാക്കി തരുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ 2 ദിവസങ്ങൾ മഴയുടെ അല്പമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന പകൽക്കാലം നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഈ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരൊക്കെയും ഭവനത്തിൽ മടങ്ങിയെത്തും വരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ നമുക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയുണ്ട്. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ തന്നെയല്ല ഈ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ കടന്നു വരുന്നവരിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, പിന്മാറ്റക്കാരുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ, വിശ്വാസികൾ പൂർവ്വതയും പ്രത്യാശ പുതുക്കി ആയിരിക്കാൻ കൊണ്ട് ഇടയായി തീരണം. അശുശ്രൂഷകളെല്ലാം ആ നിലയിൽ നടക്കേണ്ടതിനായി ദൈവദാസന്മാരെ കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ടും ദുഃഖത്തിലിരിക്കുന്ന കർത്താവ് ആശ്വാസത്തോടെ പ്രത്യാശയോടെ നിർത്തുവാനും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനും എന്റെ കുടുംബവും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ഞങ്ങളുടെ പ്രത്യാശയെ അറിയിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ദുബൈയിൽ ആയിരിക്കുന്നതായ ആത്മീയ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ IPC ഫിലഡൽഫിയ സഭയുള്ള ബന്ധത്തിലാണ് ഞാൻ ചെന്നതായ സമയം മുതൽ അവിടെ ആയിരിക്കുന്നത്. ഇപ്പോഴും ആയിരിക്കുന്ന ഞങ്ങളുടെ അങ്കിളാണ് അവിടുത്തെ ചീഫ് പാസ്റ്ററായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പം ശരീരത്തിന് സൗഖ്യമില്ലാതിരിക്കുന്നെങ്കിലും 3 ശുശ്രൂഷകന്മാർ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെയൊക്കെയും പേരിലും ചർച്ചിന്റെ പേരിലുമുള്ളതായ ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല അതിനുശേഷം രാജാനെ മറ്റ് ചില സഭകളിൽ താൻ സുവിശേഷ വേലയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ മറ്റ് സഭയിൽ കൂടിക്കൊണ്ടിരുന്നു. അവിടെയുള്ളതായ കൂട്ടായ്മയുള്ള ബന്ധത്തിലും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അവർ പിന്നുള്ള സമയങ്ങളിൽ അവരുടെ പ്രത്യാശ അറിയിച്ച് സംസാരിക്കുമായിരിക്കും. എന്നാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ സമയം വീണ്ടും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും തുടർന്ന് ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യട്ടെ. വാസം നാമൂക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തെ വേഗം നിടൂ ഭംഗി റിയ നാമശോഭന നാട്ടിൽ പാടും
വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഖേദം ജോദനമങ്ങില്ലല്ലോ നിത്യസൗഭാഗ്യമാൽമാക്കൾക്ക് ഓ വേഗം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്തെ വേഗം ചേർന്നിടൂ ഭംഗിയേറിയ സ്നേഹമാ സ്വർഗതാതനോട് സ്നേഹദാനങ്ങൾ നാൾക്കുന്ന വിൽച്ചയന്യതരോ നന്മയ്ക്കൂ കാഴ്ചയായി നാം സ്തോത്രം പാടും ഓ വേഗം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്തെ വേഗം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തന്റെ ഭക്തന്മാരുടെ മരണ യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 17-ാമത്തെ വയസ്സിൽ ജനിച്ചു വളർന്ന ഭവനത്തിൽ നിന്നും ആസാമിന്റെ പ്രദേശങ്ങളെ കടന്നുപോയി ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ പല സ്ഥാനങ്ങളിൽ ജോലി ചെയ്തു. ഒടുവിലായി ഗൾഫിൽ ജോലി ചെയ്ത് 2009 താൻ മടങ്ങി വന്നു. 1974 ഞാൻ ബഹ്റിനിലേക്ക് കടന്നുപോയി. 82 ഞാൻ മടങ്ങി വന്നു. അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോൾ എന്നോട് എനിക്കൊരു ചെറിയ വീട് പണിയണം, അതിന് നീ ഒരു പ്ലാൻ വരയ്ക്കണം, അതെനിക്ക് പണിയിപ്പിച്ചു തരണം എന്ന അഭ്യർത്ഥന മൂലം എന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ എന്റെ പ്രിയ അച്ചായനുമായി സംസാരിച്ച് അങ്ങനെ ഈ താഴത്തെ ഫ്ലോർ പണിയുവാനിടയായി. ഇന്നേക്ക് 32 വർഷം താൻ ഈ ഭവനത്തിൽ ഗൾഫിലായിരുന്നപ്പോഴും ഒക്കെയും തന്റെ ഭവനത്തിൽ പാർത്തു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്റെ ഈ ഭവനത്തിൽ നിന്നും തന്റെ മൃതശരീരം വെളിയിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. അവസാനമായുള്ള ഈ ഭവനത്തിൽ തന്റെ ഭൗതിക ശരീരം ആയിരിക്കുമ്പോൾ തന്റെ ആത്മാവ് വ്യാഴാഴ്ച രാവിലെ കാലം 5:15 മണിക്ക് ഈ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇപ്പോൾ ആയിരിക്കുകയാണ്. ഭൗതിക ശരീരം ആത്മീക ശരീരത്തിന്റെ ഒരു പേടകമായി മാത്രം ഇരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളത് നാം കാണപ്പെടുന്ന ആ ഭൗതിക ശരീരം മാത്രമാണ്. ഇതിലൊരു നല്ല യാത്രയപ്പ് ഇന്ന് പകൽക്കാലം നൽകുവാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കി പ്രകൃതി അനുകൂലമാക്കി. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനോട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്റെ അനിയൻ പറഞ്ഞ പോലെ. മാത്രമല്ല, എനിക്കൊന്നുകൂടി അതിനോടുകൂടി ആഡ് ചെയ്യാനുണ്ട്. ഭയഭക്തിയോടുകൂടി എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മെനക്കെട്ട് അതും ഇതും പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ആരും പങ്കെടുക്കുവാൻ നിൽക്കണമെന്ന് പ്രത്യേകാലെ കർത്തൃനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയ രാജാനോട് തന്റെ ഭൗതിക ശരീരത്തോടുള്ള ബഹുമാനം നമ്മുടെ എല്ലാ ഭാവത്തിലും പ്രകടിപ്പിക്കേണ്ട ഒരു പ്രത്യേക സന്ദർഭമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് തന്റെ ഭൗതിക ശരീരത്തെ ഒരുക്കപ്പെട്ട പന്തലിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും കണ്ണുകളെ അടച്ച ഒരു നിമിഷം തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹത്തിനോട് അവിടെ പ്രാർത്ഥനയോടായിരിക്കാം. തന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും മരുമക്കളെയും
കൊച്ചുമകളെയൊക്കെ കർത്താവിന്റെ ആത്മാവ് ശക്തീകരിച്ച് സഹായിച്ച് വളരെ പ്രത്യാശയോടുകൂടി തന്റെ ദാസന്റെ ഭൗതിക ശരീരത്തിന് യാത്രയപ്പ് നൽകുവാൻ തക്കവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അവരുടെ ഇപ്പോഴുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമായതുപോലെ തന്നെ എന്നേക്കാൾ 2 വയസ്സിന് മാത്രം വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഓടി നടന്ന് കളിച്ച് ഒരുമിച്ച് പാർത്ത് ഒരുമിച്ച് ഭക്ഷിച്ച് അങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇട്ട് അത് ജീവിച്ച കാലയളവിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. തന്നെക്കാൾ 2 വയസ്സിന് മാത്രം. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെക്കാളും ഈ കർത്തദാസനോട് കൂടുതൽ പരിചയമുള്ള വ്യക്തി ഞാനാണ്. തന്റെ സഹധർമ്മിണിയെക്കാളും മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരെക്കാളും. ആ നിലയിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. താൻ 2009 ഇവിടെ കടന്നു വന്നതിന് ശേഷം ഞാൻ നാട്ടിലുള്ള വ്യക്തിയായിരുന്നല്ലോ. എല്ലായ്പ്പോഴും തന്നെ കാണുകയും സംസാരിക്കുകയും തങ്ങളുടെ ദൈവിക പ്രത്യാശയെ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ കടന്നുപോയി 3 മാസം അവിടെ നിൽക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. എന്നാൽ പ്രിയദാസന്റെ അപ്പോഴുള്ള അവസ്ഥകളെ കണ്ടിട്ടാണ് ഞാൻ മടങ്ങിപ്പോയത്. പെട്ടെന്ന് 2 മാസത്തിന് ശേഷം ഇവിടെ കടന്നു വന്ന ആദ്യ ദിവസം വന്ന ദിവസം തന്നെ സഭായോഗത്തിന് ശേഷം പ്രിയരാഴ്ച കാണുവാൻ തിടുക്കത്തിലൂടെ കടന്നു വന്നു. അപ്പോഴുള്ള അവസ്ഥ എനിക്ക് മനസ്സിലായി. വളരെ പ്രാർത്ഥനയോടെ ഞാനും എന്റെ കൂടെയുള്ള ദൈവദാസന്മാര് 11 പേരും ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രവർത്തകരും പ്രിയദാസനു വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്നു, ദൈവം എടുത്തു എന്നല്ലാതെ നമുക്ക് ഇത്തരണത്തിലൊന്നും പറയുവാനില്ലല്ലോ. നമുക്ക് കർത്താവിൽ ആശ്വസിക്കാം. അന്യോന്യം ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പീൻ എന്നുള്ള വചനപ്രകാരം അന്യോന്യം ആശ്വസിപ്പാനുള്ള സമയം കൂടിയാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, കർത്താവിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ ഓർത്ത് ഞാൻ വാഴ്ത്തുകയാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ള വചനപ്രകാരം തന്നെ തന്റെ ആത്മീക ജീവിതം ഈ ഭൂമിയിൽ തികച്ച് ദൈവത്തിന്റെ സമയത്ത് തന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. ഈ മൃതശരീരം മാത്രം ഇവിടെ ശേഷിച്ചിരിക്കുമ്പോൾ ആമേൻ കർത്താവേ, തുടർന്നുള്ള തന്റെ ദാസന്റെ ഈ ഭൗതിക ശരീരത്തിനുള്ള ശുശ്രൂഷകളൊക്കെയും ചെയ്ത് അത് സംസ്കരിക്കുവാൻ തക്കോണം ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവകൃപ, ദൈവ സാന്നിധ്യം, ദൈവിക നടത്തിപ്പ്, ദൈവിക അനുഗ്രഹമെല്ലാം ഞങ്ങൾക്ക് ഈ വിഷയത്തിന് മുമ്പിൽ അവിടുന്ന് നൽകണമേ. നിന്റെ കണ്ണിലേക്ക് നോക്കി നിന്റെ കൃപയ്ക്ക് വേണ്ടി, നിന്റെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് വിഷയങ്ങൾ നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. ഇപ്പോൾ താൻ പാർത്ത ഈ ഭവനം 32 വർഷം പാർത്ത ഈ ഭവനത്തിൽ നിന്നും തന്റെ ഭൗതിക ശരീരം വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അതേ അവസാനമായി താൻ ഇവിടെ നിന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മടങ്ങി വന്നത് ജീവനുള്ള ദേഹിയായിട്ടല്ല, മൃതശരീരമാണല്ലോ. എന്നാൽ ഈ മൃതശരീരത്തിനും ഈ ഭവനത്തിൽ നിന്നും ഒരു എനിക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ശേഷം തൊട്ടടുത്ത് ഒരുക്കപ്പെട്ട പന്തലിലേക്ക് മൃതശരീരം മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സമയത്തേക്ക് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. വേണ്ടപ്പെട്ടവർ ആ കാര്യങ്ങൾ അത് ചെയ്യാനുള്ള സാവകാശം കൊടുക്കണം. പന്തൽ നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന വെളിയിലോട്ട് ഇറങ്ങി